പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. VHSC സപ്ലിമെന്ററി അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതിൻ്റെ നിർദ്ദേശങ്ങളാണ് വിദ്യാർത്ഥികളുമായിട്ട് പങ്കുവെക്കാനായി ഇന്ന് അഡ്മിഷൻ സംബന്ധമായ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കി ഞാൻ തരാം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗം സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷകർക്കുള്ള നിർദ്ദേശങ്ങൾ. 2026-27 അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗം ഒന്നാം വർഷ ഏകജാലക പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റ് admission.vhscportal.kerala.gov.in എന്ന അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അഡ്മിഷൻ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറും പാസ്വേഡും നൽകി അലോട്ട്മെന്റ് റിസൾട്ട്സ് എന്ന ലിങ്കിലൂടെ അപേക്ഷകർക്ക് അലോട്ട്മെന്റ് വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനും അലോട്ട്മെന്റ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാനും കഴിയും. ഇവിടെ പ്രത്യേകിച്ച് വലിയ വിശദീകരിക്കേണ്ടതായ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. വിശദീകരിക്കേണ്ട സ്ഥലത്ത് കൃത്യമായി വിശദീകരിക്കും. സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ 21 വൈകുന്നേരം 4 മണി വരെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള സ്കൂളിൽ സ്ഥിര പ്രവേശനമാണ് നേടുന്നത്. ഈ അലോട്ട്മെന്റിൽ താൽക്കാലിക പ്രവേശനം അനുവദനീയമല്ല. അതായത് എന്ത് ചെയ്യാൻ സാധിക്കും? വിദ്യാർത്ഥിനികൾക്ക് ജൂലൈ മാസം 21 വൈകിട്ട് 4 മണി വരെ എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്ക് അതാത് സ്കൂളിൽ പെർമനൻ്റ് ഓർ ടെമ്പററി അഡ്മിഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ആ സ്കൂളിൽ പെർമനൻ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. സ്ഥിര നിയമനം നേടാവുന്നതാണ്, സ്ഥിര പ്രവേശനം നേടാവുന്നതാണ്. അത് ജൂലൈ 21 വൈകിട്ട് 4 മണി വരെ. ഈ അലോട്ട്മെന്റിൽ താൽക്കാലിക അഡ്മിഷൻ എന്ത് ചെയ്യൂല? അനുവദനീയമല്ല. അലോട്ട്മെന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥി ജൂലൈ 21 വൈകുന്നേരം 4 മണിക്ക് മുമ്പ് അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ റിപ്പോർട്ട് ചെയ്ത് സ്ഥിര പ്രവേശനം നേടാതിരുന്നാൽ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് പുറത്താകുന്നതാണ്. ഓക്കെ, അതായത് അലോട്ട്മെന്റ് ലിസ്റ്റിൽ അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾ ജൂലൈ 21 വൈകുന്നേരം 4 മണിക്ക് മുമ്പ് എന്ത് ചെയ്യണം? ജൂലൈ 21 വൈകിട്ട് 4 മണിക്ക് മുമ്പ് അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ ജൂലൈ 21 വൈകിട്ട് 4 മണിക്കകം എന്ത് ചെയ്യണം? സ്കൂളിൽ റിപ്പോർട്ട് ചെയ്ത് പ്രവേശനം നേടണം. അല്ലാത്ത പക്ഷം അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് ആ വിദ്യാർത്ഥി പുറത്താകും. തെറ്റായ വിവരങ്ങൾ നൽകി ലഭിച്ചിട്ടുള്ള അലോട്ട്മെന്റുകൾ റദ്ദാക്കപ്പെടുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റ് വിവരങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ അലോട്ട്മെന്റ് റദ്ദാക്കപ്പെടും. വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായും ഫീസ് അടയ്ക്കാം. നിങ്ങൾക്ക് ഫീസ് സ്ട്രക്ചർ ഉണ്ട്, അത് ഓൺലൈനായിട്ടും ഫീസ് അടയ്ക്കാം. ഇതിനായുള്ള സൗകര്യം കാൻഡിഡേറ്റ് ലോഗിനിൽ ലഭ്യമാണ്, നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് ലഭ്യമാണ്. ഇത്തരത്തിൽ ഫീസ് അടയ്ക്കുന്ന കുട്ടികൾ ഓൺലൈൻ ഫീസ് റെസീറ്റ് സ്കൂളിൽ നൽകേണ്ടതാണ്. നിങ്ങളിപ്പോൾ ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാം, അതിനുള്ള സൗകര്യം നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിനിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കിട്ടും. ഫീസ് അടച്ചാൽ അതിൻ്റെ റെസീറ്റ് എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ സ്കൂളിൽ ഹാജരാക്കേണ്ടി വരും. ഈ കാണുന്ന ഇനങ്ങളാണ്, ഈ സ്ക്രീനിൽ കാണുന്ന ഇനങ്ങളിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഫീസുകൾ അടയ്ക്കേണ്ടി വരുന്നത്. ഈ കാണുന്ന ഇനങ്ങളിലേക്കുള്ള ഫീസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? അതായത് സ്കൂളുകളിലേക്ക് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള വിവരം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അലോട്ട്മെന്റ് റിസൾട്ട്സിൽ നിന്നും കിട്ടുന്ന അലോട്ട്മെന്റ് സ്ലിപ്പും യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പ്രവേശനത്തിന് ഹാജരാക്കണം. നിങ്ങൾ എന്താണ്? അലോട്ട്മെന്റ് സ്ലിപ്പും അലോട്ട്മെന്റിന്റെ മറ്റേ ഡീറ്റെയിൽസും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഹാജരാക്കണം. അലോട്ട്മെന്റ് സ്ലിപ്പിന്റെ ഒന്നാമത്തെ പേജിൽ ഹാജരാകുന്ന രേഖയുടെ വിവരങ്ങൾ നൽകി വിദ്യാർത്ഥിയും രക്ഷകർത്താവും ഒപ്പുവെച്ചിരിക്കണം. എന്തിനും ഒന്നാമത്തെ പേപ്പറിൽ നിങ്ങൾക്ക് അവിടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ഫില്ലെല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഹാജരാക്കുന്ന രേഖകളുടെ വിവരങ്ങളെല്ലാം നൽകിയിട്ട് വിദ്യാർത്ഥി നിങ്ങളുടെ ആരാണ്? നിങ്ങളും നിങ്ങളുടെ രക്ഷകർത്താവും, അച്ഛനാണോ അമ്മയാണോ ആരാണോ കൂടെ വരുന്ന അവരുടെ സിഗ്നേച്ചറും അവരുടെ ഒപ്പ് നിങ്ങൾ അവിടെ വാങ്ങണം. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട ബോർഡിൽ നിന്നും ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ സമയം അനുവദിക്കുന്നതിനാണ് പ്രവേശനത്തിനായി വിദ്യാർത്ഥികൾ സ്വയം സാക്ഷ്യപ്പെടുത്തി സമർപ്പിക്കുന്ന യോഗ്യത തെളിയിക്കുന്ന പകർപ്പുകൾ സ്വീകരിക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ സ്കൂൾ അധികൃതർ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ പ്രസ്തുത റിസൾട്ടിന്റെ സാധ്യത ഉറപ്പുവരുത്തുന്നതിന് പ്രവേശന സമയത്ത് വിടുതൽ സർട്ടിഫിക്കറ്റും സ്വഭാവ സർട്ടിഫിക്കറ്റും അസൽ നിർബന്ധമായി ഹാജരാക്കണം. അതായത് ഇവിടെ ചില സർട്ടിഫിക്കറ്റുകൾ, ഇപ്പം ചില നിങ്ങൾ മറ്റ് ഉദാഹരണത്തിന് ചില യോഗ്യതകളൊക്കെ ഉള്ള സർട്ടിഫിക്കറ്റുകൾ, ഇപ്പോൾ NSS NCC ഒക്കെ പോലുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ലഭിക്കാൻ ചിലപ്പോൾ കാലതാമസം വന്നേക്കാം. അപ്പം അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്വയം സാക്ഷ്യപ്പെടുത്തി ഒരു പകർപ്പ് നൽകുന്നത് മൂലം ആ വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാം? NSS NCC പോലുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ
സമയം അനുവദിക്കാം. അപ്പോൾ ആ ബന്ധപ്പെട്ട ബോർഡുകളിൽ നിന്ന് അവർ ഇപ്പോൾ NSS പറഞ്ഞാൽ NSSന്റെ ബോർഡ്, NCC കഴിഞ്ഞാൽ അവരുടെ ബോർഡ് തരുന്ന സർട്ടിഫിക്കറ്റാണ്. അതിന് ചിലപ്പോൾ സമയതാമസം എടുത്തേക്കാം. അപ്പോൾ അത് ഹാജരാക്കാൻ വിദ്യാർത്ഥികൾക്ക് സമയം അനുവദിക്കണം. സമയം അനുവദിക്കുന്നതാണ്. പ്രവേശന സമയത്ത് വിടുതൽ സർട്ടിഫിക്കറ്റ് ടിസിയും സ്വഭാവ സർട്ടിഫിക്കറ്റും നിർബന്ധമായും ഹാജരാക്കണം. പിന്നെ എന്ത് ചെയ്യേണ്ടതാണ്, ഇനി ബാക്കിയൊന്നും പറയാനില്ല. കാരണം ഹാജരാക്കേണ്ട രേഖകളെ കുറിച്ചാണ് പറയുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും പറയാനുള്ളത്. അപ്പോൾ അഡ്മിഷൻ ലഭിച്ചവർ ജൂലൈ മാസം 21 വൈകിട്ട് 4 മണിക്ക് മുമ്പായിട്ട് സ്കൂളിൽ ലഭിച്ച് സ്ഥിര പ്രവേശനം നേടണം. ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ പുതുമയെ കാണുന്നതിന് വിസ്കൃത അപ്പം സ്ഥിര പ്രവേശനമാണെന്ന് ഓർത്തിരിക്കുക. ടെമ്പററി അഡ്മിഷൻ ഇല്ല. അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ പ്രൊസസ്സ് ഔട്ടാകും. അപ്പോൾ ബൈ.